കേരളത്തിൽ ഇടതുപക്ഷ പാർട്ടികൾ നിരവധിയാണ്. CPM, CPI, RSP, RMP, CMP, അങ്ങനെ ഒരുപാട് പാർട്ടികളുണ്ട്. പക്ഷേ ഇതൊക്കെ ഉണ്ടെങ്കിലും കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നട്ടെല്ല് CPIM ആണെന്ന് പറയുന്നതിൽ യാതൊരു തർക്കവും ആർക്കും ഉണ്ടാവില്ല. ഞാൻ CPMകാരനല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരു പത്രപ്രവർത്തകൻ മാത്രമാണ്. അപ്പോൾ ഈ CPMൽ തന്നെ രണ്ട് മാതൃകകളുണ്ട്. ആ മാതൃകകളെന്ന് പറയുന്നത് ഈ പ്രത്യയശാസ്ത്രത്തിലും വർഗസമരങ്ങളിലും ഊന്നി രൂപം കൊണ്ട തിരുവിതാംകൂർ മാതൃക, അതായത് ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ ഉണ്ടായ കമ്മ്യൂണിസ്റ്റ് മാതൃക. ഇവിടെയാണ് പുന്നപ്ര വയലാർ പോലുള്ള അതിഗംഭീര സമരങ്ങളുണ്ടായത്, വലിയ ജനമുന്നേറ്റങ്ങളുണ്ടായത്. ഇവിടെയാണ് കർഷക തൊഴിലാളി പ്രസ്ഥാനം രൂപം കൊണ്ടത്. ഇവിടെയാണ് കേരളത്തിൽ ആദ്യമായി ഫാക്ടറി തൊഴിലാളികളുടെ ട്രേഡ് യൂണിയൻ ഉണ്ടാകുന്നത്. ഇനി നമുക്ക് അടുത്ത മാതൃകയിലേക്ക് നോക്കാം. കണ്ണൂരും തുടങ്ങുന്നത് ഈ പറയുന്നത് പോലെ സമരങ്ങളിലൂടെയാണ്. ഉദാഹരണത്തിന് മൊറാഴയിൽ തുടങ്ങി, അത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ മൊറാഴ സമരത്തിൽ തുടങ്ങി കയ്യൂര്, കാവുമ്പായി, കരിവള്ളൂർ, ഇങ്ങനെ പല സമരങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അതൊന്നും തന്നെ തിരുവിതാംകൂറിലുണ്ടായ സമരങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്താനേ പറ്റില്ല, അത്ര ചെറുതായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞത് പിന്നീട് കണ്ണൂരിൽ മാതൃക രൂപം കൊണ്ടത് വേറൊരു തരത്തിലാണ്. അത് വർഗസമരത്തിലോ ബഹുജന മുന്നേറ്റങ്ങളിലോ ഒന്നും ഊന്നിയതല്ല. അത് രാഷ്ട്രീയ എതിരാളികളെ ഇല്ലാതാക്കുന്ന ഒരു മാതൃക, എതിർ ശബ്ദങ്ങളെ പാർട്ടിക്കുള്ളിലായാലും പുറത്തായാലും അടിച്ചമർത്തുന്ന ഒരു മാതൃക. ആ മാതൃക ഇന്ന് CPMനെ വിഴുങ്ങിയിരിക്കുകയാണ്. CPMൻ്റെ സംഘടനാ ഇലക്ഷൻ തുടങ്ങാനിരിക്കുന്ന ഈ സമയത്ത് ഇത് നമുക്ക് പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ കേരളത്തിലെ CPMന് സംഭവിച്ച അപചയം ഈ കണ്ണൂർ മാതൃക തിരുവിതാംകൂർ മാതൃകയെ വിഴുങ്ങിയതാണ്. കാരണം അവിടെ പ്രത്യയശാസ്ത്ര താല്പര്യങ്ങളില്ല, അവിടെ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങളും വ്യക്തി കേന്ദ്രീകൃതവുമായൊരു രാഷ്ട്രീയമാണ്. അതുകൊണ്ടാണ് PJ ആർമിയൊക്കെ കണ്ണൂരുണ്ടാകുന്നത്. ഈ ഉരുത്തിരിഞ്ഞു വരുന്ന ഈ രാഷ്ട്രീയ സ്ഥിതിഗതികളെക്കുറിച്ച് നമുക്ക് ഒന്ന് സൂക്ഷ്മമായി പരിശോധിക്കാം. ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ ഹരികുമാർ. അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടത് പിണറായിലെ പാറപ്പുറത്തായിരിക്കാം, സംശയമൊന്നുമില്ല. പക്ഷേ പാർട്ടിയുടെ ഏറ്റവും പ്രമുഖമായ വർഗ ബഹുജന മുന്നേറ്റങ്ങളുണ്ടായത് ആലപ്പുഴ, കൊല്ലം ജില്ലകളിലാണ്. പുന്നപ്ര വയലാർ സമരത്തോട് താരതമ്യപ്പെടുത്താവുന്ന ഒരു ബഹുജന മുന്നേറ്റവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കേരളത്തിൽ പിന്നീടോ അതിനു മുമ്പോ ഇനി വരുന്ന കാലത്തോ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, സംശയിക്കേണ്ട. 500-നും 1000-നും ഇടയിൽ സമര പോരാളികൾ കൊല്ലപ്പെട്ടു വീണ് പുന്നപ്ര വയലാറിൽ. അതുപോലെ തന്നെ ഏതാണ്ട് 10,000-ഓളം ആൾക്കാർക്ക് ചെറുതും വലുതുമായ രീതിയിൽ പരിക്കേറ്റു. 50,000-ഓളം ആൾക്കാർ പോലീസ് മർദ്ദനങ്ങൾക്ക് വിധേയമായി. ഇങ്ങനെ ഒരു സമരം ഇന്ത്യയിൽ തന്നെ വളരെ കുറച്ച് സംസ്ഥാനങ്ങളിലേ ഉണ്ടായിട്ടുള്ളൂ. അത് ആലപ്പുഴ ജില്ലയിലാണ് രൂപം കൊണ്ടത്. ഈ കാലഘട്ടത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരവധി സമരങ്ങൾ ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിലും ആലപ്പുഴ നഗരത്തിലും പരിസര പ്രദേശത്തുമായിട്ട് രൂപമെടുത്തത്. ഇതിനൊരു കാരണമുണ്ട്. കാരണം അന്നത്തെ ആലപ്പുഴ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വ്യവസായവൽകൃതമായ പ്രദേശമായിരുന്നു. യഥാർത്ഥത്തിൽ ആലപ്പുഴ മാത്രമല്ല, അന്നത്തെ തിരുവിതാംകൂർ 1930-നും 30-കളിലും 40-കളിലും ഇന്ത്യയിലെ ഏറ്റവും വ്യവസായവൽകൃതമായ പ്രദേശമായിരുന്നു തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞെട്ടിപ്പോവും. പക്ഷേ അത് യാഥാർത്ഥ്യമാണ്. അത് തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ ഒരു ഭരണത്തിൻ്റെ പ്രത്യേകതയായിരിക്കും. കാരണം FACT, TCC അല്ലെങ്കിൽ അതുപോലുള്ള പുനലൂർ പേപ്പർ മില്ല്, ഈ നിങ്ങൾ കാണുന്ന പല വ്യവസായ സ്ഥാപനങ്ങളും തിരുവിതാംകൂർ രൂപം കൊണ്ടത് 1930-കൾ തൊട്ട് 40-കളുടെ ഇടയിലാണ്. അപ്പോൾ അതിനനുസൃതമായി ആലപ്പുഴയിൽ കയർ വ്യവസായം വലിയ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോയിരുന്നു. ആ കാലഘട്ടത്തിൽ ഈ ഫാക്ടറി തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ തിരുവിതാംകൂർ കയർ വർക്കേഴ്സ് യൂണിയൻ രൂപം കൊണ്ടത് ആലപ്പുഴയിലാണ്.
ഈ ആലപ്പുഴ നഗരത്തിൽ നിന്ന് ഏതാണ്ട് ഒരു 10 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ വലിയ പാടശേഖരമാണ് കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാട്. അവിടെയാണ് കേരളത്തിലെ ആദ്യത്തെ കർഷക തൊഴിലാളി പ്രസ്ഥാനം, തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ, വർഗീസ് വൈദ്യൻ പ്രസിഡൻറ്റും CK ദാസ് സെക്രട്ടറിയുമായി രൂപം കൊണ്ട തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ ഉണ്ടായത്. ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. ആലപ്പുഴ ജില്ലയുടെ തെക്കൻ ഭാഗത്തോട്ട് കൊല്ലത്തിൻ്റെ അതിർത്തിയിലോട്ട് വരുന്നു കഴിയുമ്പോൾ അവിടെയാണ് പാർട്ടിയുടെ പ്രചരണ വിഭാഗം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ അധികാരത്തിൽ വന്നെങ്കിൽ അതിൽ ഏറ്റവും മഹത്തായ പങ്ക് വഹിച്ചത് KPSC എന്ന് പറയുന്ന നാടകം, കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്, ആ പ്രസ്ഥാനമാണ്. അതും രൂപം കൊണ്ടത് ഇവിടെയാണ്. ആലപ്പുഴ കൊല്ലം ജില്ലകളിലെ രാഷ്ട്രീയ സമരത്തിൻ്റെ പ്രത്യേകത അത് വ്യക്തി കേന്ദ്രീകൃതമായിരുന്നില്ല. അതൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് നടന്ന രാഷ്ട്രീയ സമരങ്ങളായിരുന്നു. അത് പ്രത്യയശാസ്ത്രത്തിൽ ഊന്നി നിന്നുകൊണ്ടുള്ള സമരങ്ങളായിരുന്നു. ഇവിടെയാണ് വർഗ ബഹുജന സംഘടനകൾ രൂപം കൊണ്ടത്. നമ്മൾ ചിന്തിക്കണം, ആ വർഗ ബഹുജന സംഘടനാ നേതാക്കന്മാർക്ക് വളരെ കൃത്യമായ ലക്ഷ്യബോധവും അജണ്ടയുണ്ടായിരുന്നു. ഉദാഹരണത്തിന് പുന്നപ്ര വയലാർ സമരത്തിൽ തൊഴിലാളികൾ പങ്കെടുക്കുന്നതിനെ ചൊല്ലി അന്നത്തെ ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന TV തോമസ് അദ്ദേഹത്തിന് അതിൽ വിയോജിപ്പുണ്ടായിരുന്നു. കാരണം തൊഴിലാളികളുടെ ആവശ്യമല്ല, രാഷ്ട്രീയ ആവശ്യം ഉന്നയിച്ച് തൊഴിലാളികൾ സമരം ചെയ്യണോ വേണ്ടയോ എന്ന ചോദ്യം വളരെ കൃത്യമായ രീതിയിൽ അദ്ദേഹം പരിഗണിക്കുകയും അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്യുകയും ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിൻ്റെ സ്വഭാവമാണ്. നേരെ മറിച്ച് കണ്ണൂരെ സമരങ്ങളെ നമുക്ക്, ആദ്യകാലത്തെ സമരങ്ങൾ തീർച്ചയായിട്ടും കർഷകരും കർഷക തൊഴിലാളികളും തമ്മിലുള്ള സംഘർഷം, അല്ലെങ്കിൽ കർഷക തൊഴിലാളികളും സർക്കാരും തമ്മിലുള്ള സംഘർഷം, ഈ മാതൃക തന്നെയായിരുന്നു കണ്ണൂർ. തുടങ്ങുന്നത് മൊറാഴ സമരമാണ്. അന്ന് യഥാർത്ഥത്തിൽ മൊറാഴ സമരം നടത്തിയത് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് വിഭാഗമാണ്. KPR ഗോപാലനും EK നായനാരുമൊക്കെ അന്ന് കോൺഗ്രസിലെ സോഷ്യലിസ്റ്റ് വിഭാഗത്തിലായിരുന്നു. അവിടെ ഒരാൾ കൊല്ലപ്പെട്ടു, കുട്ടിക്കൃഷ്ണമേനോൻ എന്നുള്ളൊരു പോലീസ് ഇൻസ്പെക്ടറോ കോൺസ്റ്റബിളോ ആരോ, ഒറ്റയാളാണ് കൊല്ലപ്പെട്ടത്. അതാണ് ഒരു ചെറിയ സമരം. നമുക്ക് പുന്നപ്ര വയലാറുമായിട്ട് അതിനെ താരതമ്യപ്പെടുത്താനൊന്നും പറ്റില്ല. പിന്നീട് നടന്നത് 2 സമരങ്ങൾ നമ്മൾ നോക്കുമ്പോൾ, ഒന്ന് കയ്യൂരിലെ സമരത്തിൽ അവിടെയും ഒരു പോലീസുകാരൻ, സുബ്ബരായൻ എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ കൊല്ലപ്പെടുന്നു. യഥാർത്ഥത്തിൽ അത് പോലീസിനെ ആക്രമിച്ചതൊന്നുമല്ല. ഈ കർഷക തൊഴിലാളികളുടെയൊക്കെ ജാഥ നടക്കുന്ന സ്ഥലത്തേക്ക് സുബ്ബരായൻ യാദൃശ്ചികമായി എത്തപ്പെടുകയും ഇവരയാളെ ആക്രമിക്കുമെന്ന് അദ്ദേഹം ഭയന്നതിനാൽ അദ്ദേഹം പുഴയിൽ ചാടി അദ്ദേഹം മുങ്ങി മരിച്ചു. അതിനെ തുടർന്ന് 4 പേരെ, മഠത്തിലപ്പു, ചൂരിക്കാടൻ കൃഷ്ണൻ നായർ, അങ്ങനെ തുടങ്ങി അബൂബക്കർ, ഇങ്ങനെ തുടങ്ങി 4 പേരെ അറസ്റ്റ് ചെയ്യപ്പെടുകയും 5 പേരാണെന്ന് തോന്നുന്നു അറസ്റ്റ് ചെയ്യപ്പെട്ട്. ചൂരിക്കാടൻ കൃഷ്ണൻ നായർ പ്രായം കുറവായത് കാരണം അദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയില്ല. ഈ ചൂരിക്കാടൻ കൃഷ്ണൻ നായരുടെ കഥയാണ് പിന്നീട് നായനാർ സ്വന്തം കഥയായിട്ട് അവതരിപ്പിച്ചതെന്നും നായനാർ കയ്യൂർ സമരത്തിൽ പങ്കെടുത്തില്ല എന്നുമൊക്കെയുള്ള ആരോപണങ്ങളും ഉണ്ട്. അതൊക്കെ അവിടെ കിടക്കട്ടെ, ഞാൻ തൽക്കാലം അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതിന് ശേഷം ഇത് രണ്ടും 40-41 തോന്നുന്നു ഈ മൊറാഴയും കയ്യൂർ സമരങ്ങൾ നടക്കുന്നത്. പിന്നീട് കരിവള്ളൂർ, അതുപോലെ തന്നെ കാവുമ്പായി, ഇങ്ങനെ 2 സമരങ്ങളുണ്ടായി. കാവുമ്പായിൽ ഏതാണ്ട് 4 പോലീസുകാർ കൊല്ലപ്പെടുകയും 5 കർഷക തൊഴിലാളികളും 5 പേര് വെടിവെപ്പിൽ കൊല്ലപ്പെട്ടു. പിന്നീട് 2 പേർ കൂടെ, ഈ സമരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട 2 പേര് സേലം ജയിലിൽ കൊല്ലപ്പെട്ടു. അത് അവിടെ ഉണ്ടായ മറ്റ് ചില കലാപങ്ങളുടെ പേരിലാണ്. അപ്പോൾ അതുപോലെ തന്നെ കരിവള്ളൂരിൽ നീലേശ്വരൻ രാജാവിൻ്റെ ചിറക്കൽ രാജാവ് അവിടെ നിന്ന് നെല്ല് കടത്തിക്കൊണ്ട് പോകുന്നതിനെ അവിടുത്തെ തൊഴിലാളികളും അതുപോലെ കർഷകരുമൊക്കെ എതിർത്ത്, അങ്ങനെ ആ എതിർക്കുന്നവരെ പോലീസ് വെടിവെച്ചു. ആ വെടിവെപ്പിൽ 2 പേര് കൊല്ലപ്പെട്ടു. ശരിക്കും ഈ കണ്ണൂരുള്ള കാർഷിക സമരങ്ങളിൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ എണ്ണം നമ്മൾ പരിശോധിക്കുമ്പോൾ അത് 15 ഏതാണ്ട് 15ഓളം പേരെ ഉണ്ടാവുകയുള്ളൂ. ഈ 500-നും 1000-നും ഇടയ്ക്ക് ആൾക്കാർ കൊല്ലപ്പെട്ട പുന്നപ്ര വയലാറുമായിട്ട് ഒരു താരതമ്യവും ഇല്ല അതിനൊന്നും. കുട്ടനാട്ടിൽ നടന്ന നിരവധി കർഷക സമരങ്ങളുണ്ട്. അതിലൊക്കെ എത്ര പേര് കൊല്ലപ്പെട്ടു എന്ന് എങ്ങും എഴുതപ്പെട്ടിട്ടില്ല. കൊല്ലം ജില്ലയിൽ ശൂരനാട്ട് നടന്ന കർഷകരും പോലീസും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 4 പോലീസുകാർ കൊല്ലപ്പെട്ടിരുന്നു. 5 കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ പോലീസ് ഇടിച്ചു കൊന്നിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ തിരുവിതാംകൂർ മേഖലയിൽ നടന്ന സമരങ്ങളുടെ ആ ഒരു
വലിപ്പവുമായിട്ട് കണ്ണൂർ നടക്കുന്ന സമരങ്ങൾക്കൊന്നും ഒരു താരതമ്യവുമില്ല. അതുപോലെ ഈ വർഗ ബഹുജന സംഘടനകൾ രൂപം കൊണ്ടതും അതുപോലെ പ്രത്യയശാസ്ത്രപരമായ സമരങ്ങളും ഒന്നും അവിടെ നടന്നിട്ടില്ല. ഇവിടെ തെക്കൻ കേരളത്തിലെ ഒരു പ്രത്യേകത, രാഷ്ട്രീയ എതിരാളികൾക്ക് നേരെ കണ്ണൂർ നടക്കുന്ന രീതിയിലുള്ള അതിക്രമങ്ങൾ തെക്കൻ കേരളത്തിൽ ഉണ്ടാകാറില്ല. അതിൻ്റെ ആവശ്യമില്ല. ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടെന്നും എതിരഭിപ്രായങ്ങൾക്ക് പുറപ്പെടുവിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടെന്നുള്ള വിശാലമായ ജനാധിപത്യ ബോധം തെക്കൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുണ്ടായിരുന്നു. അതുമാത്രവുമല്ല, മറ്റൊരു ഘടകം കൂടി, തെക്കൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും വളരെ ശക്തരും സംഘടിതരും, അതുപോലെ ന്യൂമറിക്കലി എണ്ണത്തിലും അവർ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളെ അവിടെ ഒപ്പം തന്നെ നിൽക്കുന്നവരുമാണ്. അത് കാരണം ഇവിടെ അങ്ങനെ രാഷ്ട്രീയ എതിരാളികളെ ഉന്മൂലനം ചെയ്തോ ടാർഗറ്റഡ് അറ്റാക്കുകളാണ് കണ്ണൂരിൽ നടക്കുന്നത്. അതേ രീതിയിൽ തെക്കൻ കേരളത്തിൽ നടക്കാറില്ല. ഈ രീതിയിൽ രാഷ്ട്രീയം രൂപം കൊണ്ട് കഴിഞ്ഞപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നും അധികാരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ ആദ്യത്തെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ സെക്രട്ടറി പത്തനംതിട്ടയിലെ പന്തളംകാരനായ, അതായത് അന്നത് കൊല്ലം ജില്ലയുടെ, പത്തനംതിട്ട ജില്ലയില്ല, ആലപ്പുഴയുടെയും കൊല്ലത്തിൻ്റെയും ഭാഗമാണ്. പന്തളം ആലപ്പുഴ ജില്ലയിലായിരുന്നു തോന്നുന്നു. പന്തളത്തുകാരനായ എം.എൻ. ഗോവിന്ദൻ നായരാണ് ആ പാർട്ടി സെക്രട്ടറി. അന്ന് 57 കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഏകീകൃത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ച അധികാരത്തിലേക്ക് വന്നപ്പോൾ മുഖ്യമന്ത്രിയാകാൻ യഥാർത്ഥത്തിൽ പരിഗണിച്ചിരുന്നതും യഥാർത്ഥത്തിൽ ഒരുപക്ഷെ അർഹനും ടി വി തോമസ് ആയിരുന്നു. പക്ഷേ പെട്ടെന്ന് തന്നെ ഈ പാർട്ടി സെക്രട്ടറിയും മുഖ്യമന്ത്രിയും തിരുവിതാംകൂറുകാരാകുന്നതിനോടുള്ള ഒരു വിയോജിപ്പ് കാരണം EMS ഒരവസരം കിട്ടി. പിന്നീട് വന്ന കാലഘട്ടത്തിലൊക്കെ പലപ്പോഴും നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അച്യുതാനന്ദൻ പാർട്ടി സെക്രട്ടറിയായി. പിന്നെ അതിനുശേഷം അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പിണറായി പാർട്ടി സെക്രട്ടറിയായി. പക്ഷേ പിന്നീട് പിണറായി മുഖ്യമന്ത്രിയായപ്പോൾ പിന്നെ കോടിയേരി ബാലകൃഷ്ണനായി പിന്നെ പാർട്ടി സെക്രട്ടറി. അതിനുശേഷം ഇപ്പോഴും കണ്ണൂരുകാരൻ തന്നെ M.V. ഗോവിന്ദനാണ്. ചുരുക്കി പറഞ്ഞാൽ കണ്ണൂർ മാത്രമല്ല, തലശ്ശേരി മുതൽ ഏതാണ്ട് പയ്യന്നൂർ വരെയുള്ള ഒരു ചെറിയ പ്രദേശത്തെ ആൾക്കാരുടെ ഒരു കൈപ്പിടിയിലാണ് ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതിൻ്റെ ഒരു വ്യത്യാസം നമുക്ക് കാണാം. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നേരെ ഉയരുന്ന ആരോപണങ്ങൾ നോക്കുക. പാർട്ടിക്ക് അധോലോകവുമായിട്ടുള്ള ബന്ധം, അതായത് സ്വർണ്ണ കള്ളക്കടത്തുകാരുമായിട്ടുള്ള ബന്ധം, പലപ്പോഴും പാർട്ടി അനുഭാവികളോ നേതാക്കന്മാരോ ആയിട്ട്, അല്ലെങ്കിൽ പാർട്ടിയുടെ മുഖമായി ജനം കാണുന്ന ചിലരെയൊക്കെ നോക്ക്, അർജുൻ ആയങ്കി, പിന്നെ ആകാശ് തില്ലങ്കേരി, ഇവരൊക്കെ കൊടിയ ക്രിമിനലുകളാണ്. TK രതീഷ്, പിന്നെ അതുപോലെ തന്നെ ഓടി സുനി, ഇങ്ങനെ അറിയപ്പെടുന്ന ക്രിമിനലുകളൊക്കെയാണ് പാർട്ടിയുടെ മുഖമായിട്ട് പലപ്പോഴും കാണുന്നത്. ഇത് രാഷ്ട്രീയത്തിന് സംഭവിച്ചൊരു മാറ്റമാണ്. ഇവിടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് പ്രത്യയശാസ്ത്രമൊന്നുമില്ല. ചില നേതാക്കന്മാർക്ക് അധികാരത്തിൽ പിടിച്ചു നിൽക്കാൻ, അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ, ഇതിനു വേണ്ടിയാണ് ഉണ്ടാക്കിയ ഗുണ്ടാ സംഘങ്ങൾ പാർട്ടിയെ നയിക്കുന്ന ഒരു പ്രത്യേക സ്ഥിതിവിശേഷം കേരളത്തിലെ CPM-ൽ വന്നു. ഈ സ്ഥിതിവിശേഷമാണ് അധികാരം ചില കൈകളിലേക്ക് ചുരുങ്ങാനും എന്ത് ചെയ്താലും അതിനെ ന്യായീകരിക്കാനുമുള്ള വേറൊരു സംഘത്തെ അവർ രൂപപ്പെടുത്തുകയും, കള്ളക്കടത്തെങ്കിൽ കള്ളക്കടത്ത്, കുഴൽപ്പണമെങ്കിൽ കുഴൽപ്പണം. എത്ര ഗുരുതരമായ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് നേരെ വന്നത്. മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരനെ പിടിച്ച് ജയിലിലിട്ടു. അദ്ദേഹം രാജിവെച്ചു. അദ്ദേഹത്തിനെതിരെയുള്ള കേസ് ഇന്നും നടക്കുന്നു. എത്ര ഗുരുതരമായ ആരോപണങ്ങളാണ് പിന്നീടുണ്ടായത്. ഏറ്റവും ഒടുവിൽ CPM ഇടതുപക്ഷ സഹയാത്രികനായ അൻവർ MLA അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന എത്ര ഗുരുതരമായ ആരോപണങ്ങളാണ്. സ്വന്തം പാർട്ടിയിലെ അതുപോലെ തന്നെ മുന്നണിയിലെയും ഘടകകക്ഷി നേതാക്കന്മാരുടെയൊക്കെ ഫോൺ ചോർത്തുക, അതുപോലെ കള്ളക്കടത്ത് സംഘങ്ങളുമായിട്ടുള്ള ബന്ധം, സ്വർണ്ണ കള്ളക്കടത്തിനെയും അതുപോലെ തന്നെ കള്ളക്കടത്തുകാരിൽ നിന്ന് തന്നെ സ്വർണം തട്ടിയെടുക്കുക. അത്തരം സംഘങ്ങൾ ഇന്ന് CPM-ഉമായിട്ട് ബന്ധപ്പെട്ട അത്തരം സംഘങ്ങൾ കണ്ണൂരിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം രാഷ്ട്രീയം മാറ്റിയെടുത്തു. അധികാരത്തിൽ വരാൻ ഈ പറയുന്ന അടവ് നയം എന്നുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം രൂപപ്പെടുത്തുന്നതാണ് കണ്ണൂർ രാഷ്ട്രീയം. കണ്ണൂർ മോഡൽ കേരളത്തിലെ CPM-ന് നൽകിയ സംഭാവന. അതിൽ ആദർശമോ ഒന്നുമില്ല. പക്ഷേ ആദർശത്തിൻ്റെ ഒരു പരിവേഷം ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കണ്ണൂർ എന്നൊരു മിത്ത് സൃഷ്ടിച്ചു. രാഷ്ട്രീയ എതിർ ശബ്ദങ്ങളെ അടിച്ചൊതുക്കി. എതിരാളികൾക്ക് നിലനിൽക്കാൻ പറ്റാത്ത ഗ്രാമങ്ങൾ സൃഷ്ടിച്ചു.
അത് പാർട്ടി ഗ്രാമമെന്ന് ഓമന പേരിട്ടു. രാഷ്ട്രീയ എതിരാളികളെ സംസാരിക്കാൻ അനുവദിക്കാത്ത, രാഷ്ട്രീയ എതിരാളികൾക്ക് ശബ്ദിക്കാൻ പോലും അവസരം നൽകാത്ത ചില പ്രദേശങ്ങൾ സൃഷ്ടിച്ചെടുത്തു. ഈ ഒരു രാഷ്ട്രീയ മാതൃക പക്ഷേ യഥാർത്ഥത്തിൽ പാർട്ടിക്കുള്ള തിന്മകളെ ചോദ്യം ചെയ്യപ്പെടാനുള്ള അവസരം ഇല്ലാതാക്കുന്നു. ഇത് ഇംഗ്ലീഷിൽ പറയും പവർ കറപ്റ്റ്സ് ആൻഡ് ആബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് ആബ്സല്യൂട്ട്ലി. ഇത് കേരളത്തിലെ CPM-ൽ സംഭവിച്ചു. ഇന്ന് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേരെ ആരോപണങ്ങളാണ്. പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദന് നേരെ ആരോപണങ്ങളുണ്ട്. പാർട്ടി ഇന്ന് CPM-ൻ്റെ പഴയ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P. ജയരാജൻ പറയുന്നു, കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇസ്ലാമിക് തീവ്രവാദ സംഘടനകൾ വലിയ രീതിയിൽ സ്വാധീനമുറപ്പിച്ചെന്നും കേരളത്തിൽ നിന്നാകെ തന്നെ ISIS പോലുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങൾ, ഭീകര പ്രസ്ഥാനങ്ങളിലേക്ക് റിക്രൂട്ട്മെൻറ്റ് നടന്നുവെന്നുമൊക്കെ അദ്ദേഹം തന്നെ സമ്മതിക്കുകയാണ്. കണ്ണൂർ നടക്കുന്ന പല കൊലപാതകങ്ങൾക്കും പ്രത്യയശാസ്ത്രപരമായ ഒരു അടിത്തറയുമില്ല. അത് തികഞ്ഞ രാഷ്ട്രീയ പകപോക്കലുകൾ, വ്യക്തിപരമായ പകപോക്കലുകൾ, ബിസിനസ് റൈവലറികൾ, ഇങ്ങനെയൊക്കെ ഉള്ളതിൽ പാർട്ടി ചെന്നുപെട്ടു. ഇപ്പോൾ ഉദാഹരണത്തിന് അരിയിൽ ഷുക്കൂർ ആരാണ്? രാഷ്ട്രീയ ബൂർഷ്വാണ്, അതോ അല്ലെങ്കിൽ എന്തെങ്കിലും വർഗ എതിരാളിയാണോ? ഇതൊക്കെ വെറും രാഷ്ട്രീയ സംഘർഷങ്ങളാണ്. ഇത് ചില പ്രദേശങ്ങളിൽ ഭീഷണിയുടെ സ്വരം ഉയർത്തി അധികാരം ഉറപ്പിക്കുക എന്നുള്ള വെറും തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഇതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, അതായത് CPM-നെ അപചയമുണ്ടാക്കിയത്. ഇതാണ് CPM-ൻ്റെ ഭരണത്തിൽ പ്രതിഫലിക്കുന്നത് ഇന്ന് കേരളത്തിൽ. ഈ വരുന്ന പാർട്ടി ഇലക്ഷനിൽ ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്ത് തിരുത്തലിന് CPM വിധേയമാകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടറിയണം. നടക്കാനിടയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കണ്ണൂർ ലോബിയുടെ പാർട്ടിക്ക് മേലുള്ള ആ പിടി ഇന്ന് ഭയങ്കര ശക്തമാണ്. അതിനെ മാറ്റാൻ ആർക്കും പറ്റില്ല. അവർ അധികാരവും സംഘടനയും ഉപയോഗിച്ച് പാർട്ടിക്കുള്ളിൽ പാർട്ടിയുടെ തന്നെ ലക്ഷ്യങ്ങളെയും സംവിധാനങ്ങളെയും അട്ടിമറിച്ചിരിക്കുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. മറ്റൊരു വിഷയമായി അടുത്ത തവണ നിങ്ങളെ കാണാം. നമസ്കാരം.